ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ക്ലാസ് 8 ഗണിതപ്രകാശിലെ ഏരിയ എന്നുള്ള ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. ഗണിതപ്രകാശ് 2 ലാസ്റ്റ് ചാപ്റ്ററാണിത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഓൾട്ടിറ്റ്യൂഡ് ബി വൈ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ ആദ്യം ഒന്ന് നോക്കാം. ആ ഫിഗർ എ ബി സി എന്നുള്ള ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഈ ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ രണ്ട് ഓൾട്ടിറ്റ്യൂഡ് ട്രയാങ്കിളിൻ്റെ പുറത്തായിരിക്കും വരിക. ഒരു ഓൾട്ടിറ്റ്യൂഡ് മാത്രമേ അകത്ത് വരുള്ളൂ. ഇപ്പോൾ ഇവിടെ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ വരുന്നിരിക്കുന്ന ഓൾട്ടിറ്റ്യൂഡ് ഏതാണ്? ബി വൈ. ഇനി ബി വൈയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബേസ് ഏതാ? എ സി. ഇനി അതേപോലെ അടുത്ത ഒരു ബേസ് തന്നിട്ടുണ്ട് ബി സി 6 യൂണിറ്റ്സ്. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് ഓൾട്ടിറ്റ്യൂഡ് ഏതാണ്? എ എക്സ്. കണ്ടോ, അത് പുറത്താണ് വന്നിരിക്കുന്നത്, ട്രയാങ്കിളിൻ്റെ പുറത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി വൈ ആണ്. അപ്പോൾ ഏത് ബേസും അതിൻ്റെ കറസ്പോണ്ടിങ് ഓൾട്ടിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ഏരിയ സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു ഹാഫ് ബി എച്ച്. ഇവിടെ തന്നിരിക്കുന്ന ബേസും ഓൾട്ടിറ്റ്യൂഡും തന്നിരിക്കുന്ന സൈഡുകൾ എടുക്കണം. ഇവിടെ ബി സി തന്നിട്ടുണ്ട്. ബി സിയുടെ ഓൾട്ടിറ്റ്യൂഡ് ഏതാണ്? എ എക്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി സി 6 യൂണിറ്റ്സ് ഇൻറ്റു എ എക്സ് എന്താ? 4 യൂണിറ്റ്സ്. ഈ 2ഉം 6ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 3 ഈക്വൽ ടു 3 ഇൻറ്റു 4 12 സ്ക്വയർ യൂണിറ്റ്സ്. ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടി 12 സ്ക്വയർ യൂണിറ്റ്സ്. ഇനി ഈ ഏരിയ തന്നെ ആയിരിക്കും നമ്മൾ വേറെ ഏതെങ്കിലും ബേസും അതിൻ്റെ കറസ്പോണ്ടിങ് ഓൾട്ടിറ്റ്യൂഡും എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്. ഇനി ഹാഫ് ഇൻറ്റു ബേസ് എ സി എടുക്കാം. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് ഓൾട്ടിറ്റ്യൂഡ് ഏതാണ്? ബി വൈ. ഇനി ഏരിയ 12 തന്നെയാണ്. അപ്പോൾ 12 ഞാൻ സ്ക്വയർ യൂണിറ്റ്സ് എഴുതുന്നില്ല, കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഹാഫ് ഇൻറ്റു എ സി. എ സി എന്ന് പറയുമ്പോൾ 8 ഇൻറ്റു ബി വൈ. ഇനി ഈ 2ഉം 8ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 4 കിട്ടി. അപ്പോൾ 12 ഈ 4നെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യാം. ഈക്വൽ ടു ബി വൈ. ബി വൈ ഈക്വൽ ടു എന്ത് വരും? 12/4 3 യൂണിറ്റ്സ്. The area of a trapezium is 814 square centimeter and the length of the parallel sides are 17 centimeter and 20 centimeter. Find height of the trapezium. ഇത് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ തന്നിരിക്കുന്നത് നമുക്ക് എഴുതാം. ഗിവൺ ഏരിയ ഓഫ് ട്രപ്പീസിയം ഇസ് ഈക്വൽ ടു 814 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇനി ലെങ്ത് ഓഫ് ദ പാരലൽ സൈഡ്സ്, അത് നമുക്ക് എ ഇസ് ഈക്വൽ ടു 17 സെൻറ്റിമീറ്റർ. ഇനി മറ്റേ പാരലൽ സൈഡിന് ബി ഇസ് ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ എന്ന് കൊടുക്കാം. ഇനി ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അത് നമുക്കറിയില്ല, അതുകൊണ്ട് അതിനൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കാം. ഇനി ട്രപ്പീസിയത്തിൻ്റെ ഏരിയയുടെ ഫോർമുല എന്താ? ഏരിയ ഓഫ് ട്രപ്പീസിയം ഇസ് ഈക്വൽ ടു h/2 ഇൻറ്റു എ പ്ലസ് ബി. ഏരിയ തന്നിട്ടുണ്ട് 814 ഈക്വൽ ടു എച്ച്, അതുപോലെ തന്നെ എഴുതുക, ബൈ 2 ഇൻറ്റു എ പ്ലസ് ബി 17 പ്ലസ് 20. ഇനി h/2 ഇൻറ്റു 17 പ്ലസ് 20 എന്ത് വരും? 37. ഇനി നമുക്ക് ഈ 2നെ കൊണ്ടുപോയിട്ട് ഇവിടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 ഇൻറ്റു 814 ഈക്വൽ ടു h ഇൻറ്റു 37. അപ്പോൾ 2 ഇൻറ്റു 814 ബൈ 37 ഈക്വൽ ടു h. ഇനി ഇതിനെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 44 എന്ന് കിട്ടും. 44 ഇസ് ഈക്വൽ ടു h, അതായത് h ഇസ് ഈക്വൽ ടു 44 സെൻറ്റിമീറ്റർ. A parallelogram and a triangle have the same base and lie between parallel lines. If the area of the triangle is 25 square centimeter, then find the area of the parallelogram. ഇവിടെ നമുക്ക് ഒരു പാരലോഗ്രാമും ട്രയാങ്കിളും തന്നിട്ടുണ്ട്. പറയുന്നത് എന്താണ്? അവർക്ക് സെയിം ബേസ് ആണ്, അതുപോലെ അവർ സെയിം പാരലൈൻസിനിടയിലാണ് കിടക്കുന്നത്. ഇനി ട്രയാങ്കിളിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് 25 സ്ക്വയർ സെൻറ്റിമീറ്റർ. പാരലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഇവിടെ ഞാൻ പാരൽ ലൈൻസ് വരച്ചു, പിന്നെ ഒരു പാരലോഗ്രാം വരച്ചിട്ടുണ്ട്. ആ പാരലൈൻസ് തന്നെ കിടക്കുന്ന പാരലോഗ്രാം വരച്ചു, പിന്നെ ഒരു ട്രയാങ്കിൾ വരച്ചു. നമുക്ക് പേര് കൊടുക്കാം. പാരലോഗ്രാമിന് എ ബി സി ഡി.
ഇനി ട്രയാങ്കിളിലും എന്താണ് സെയിം ബേസ് തന്നെയാണ്. അപ്പോൾ ബിയും സിയും സെയിം ആണ്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന വെർട്ടെക്സ് ഇതിന് മാത്രം നമുക്കൊരു പേര് കൊടുക്കാം എക്സ്. അപ്പോൾ ഈ ബേസ് ബി സി ആണല്ലോ നമ്മൾ രണ്ടിനും സെയിം ആയിട്ട് എടുക്കുന്നതിന് നമുക്ക് ബി എന്ന് പേര് കൊടുക്കാം. ഇനി ഇവരുടെ ഹൈറ്റ്, അതായത് നമ്മുടെ ഈ പാരലോഗ്രാമിൻ്റെ ഹൈറ്റ് ആയാലും ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ആയാലും എന്തായിരിക്കും? ഈ രണ്ട് പാരലൽ ലൈൻസിൻ്റെ ഇടയിൽ വരുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അത് നമുക്ക് എച്ച് എന്ന് പേര് കൊടുക്കാം. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ബേസ് എന്ന് പറയുന്നത് എന്താ? ബി സി, ബി എന്നിടാം. ഹൈറ്റ് നമ്മൾ പറഞ്ഞു എച്ച്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ബി എച്ച്. അതിൻ്റെ ഫോർമുല എന്താണ്? അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ, 25 സ്ക്വയർ സെൻറ്റിമീറ്റർ. അത് എഴുതി കൊടുക്കുക. ഇനി ഏരിയ ഓഫ് പാരലോഗ്രാം. പാരലോഗ്രാമിൻ്റെ ഏരിയ എന്താ? ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഇവിടെയും ബേസ് വരുന്നത് എന്താണ്? ബി സി തന്നെയാണ്. അപ്പോൾ ബി ഇൻറ്റു ഹൈറ്റ് എന്താണ്? എച്ച് തന്നെ. ബി ഇൻറ്റു എച്ച്. അപ്പോൾ എന്തായിരിക്കും? ഇവിടെ നമുക്ക് ഹാഫ് ബി എച്ച്, അതായത് ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ബി എച്ച് 25 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാരലോഗ്രാമിൻ്റെ ഏരിയ ബി എച്ച് എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 25 സ്ക്വയർ സെൻറ്റിമീറ്റർ ഇൻറ്റു 2 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പാരലോഗ്രാമിൻ്റെ ഏരിയ കിട്ടും 50 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇവിടെ സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവർ രണ്ടും സെയിം ബേസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അവർ ലൈ ബിറ്റ്വീൻ സെയിം പാരലൈൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ വന്നാൽ മാത്രമേ നമുക്ക് ഇത് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള കണ്ടീഷൻ വരുവാണെങ്കിൽ പാരലോഗ്രാമിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ ഡബിൾ ആയിരിക്കും. Find the area of the hexagon MNOPQR of side 5 cm. ഹെക്സഗൺ ആണ്, അതായത് 6 സൈഡുള്ള പോളിഗൺ. ഇനി എല്ലാ സൈഡും 5 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഫിഗർ നോക്കാം. ഇവിടെ നമുക്കൊരു 8 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അതെന്താണ്? ഈ R എന്നുള്ള വെർട്ടെക്സ് തൊട്ടിട്ട് P എന്നുള്ള വെർട്ടെക്സ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഈ 8 സെൻറ്റിമീറ്റർ. അതേപോലെ ഇവിടെ നമുക്കൊരു 11 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അതെന്താണ്? ഈ N തൊട്ട് Q വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഹെക്സഗണിൻ്റെ ഏരിയ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു 2 ട്രയാങ്കിളും പിന്നെ നടുക്ക് ഒരു റെക്റ്റാങ്കിളും എന്ന രീതിയിൽ മുറിച്ച് ഓരോ പാർട്ടിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് ആഡ് ചെയ്താൽ ഇതിൻ്റെ ഏരിയ കിട്ടും. അല്ലെങ്കിൽ നമുക്കിതിന് നടുക്കൂടെ എന്നിന്ന് ക്യൂലേക്ക് ഒരു ലൈൻ വരച്ച് 2 ട്രപ്പീസി ആക്കിയിട്ട് അവരുടെ ഏരിയ കണ്ടുപിടിച്ചാലും മതി. അപ്പോൾ ഞാനിവിടെ ട്രപ്പീസി ആക്കിയിട്ടുള്ള ഏരിയയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പാർട്ടിന് ഞാൻ 1 എന്ന് പേര് കൊടുത്തു, സെക്കൻഡ് പാർട്ടിന് 2 എന്ന് പേര് കൊടുത്തു. ഈ ഫസ്റ്റ് ഓരോ ട്രപ്പീസിനും പേര് കൊടുത്താണേ. പിന്നെ ട്രപ്പീസിയം 1, ഏരിയ ഓഫ് ട്രപ്പീസിയം 1 to h/2 into a plus b. ഇനി h എന്താണ്? h എന്ന് പറഞ്ഞാൽ ഈ ട്രപ്പീസിൻ്റെ ഹൈറ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്കത് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് 8 സെൻറ്റിമീറ്റർ, 6 തൊട്ട് പി വരെയുള്ള ഡിസ്റ്റൻസ് 8 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 6 തൊട്ട് ഈ മിഡിൽ വരെയുള്ളത് എന്തായിരിക്കും? 4 ആയിരിക്കും. അപ്പോൾ h is equal to 8/2 4 സെൻറ്റിമീറ്റർ. ഇനി പാരലൽ സൈഡ്സിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ a എന്ന് പറയുന്നത് നമുക്കിത് ഈ ഫസ്റ്റ് ട്രപ്പീസി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ സൈഡ് എൻ്റെ ഒരു പാരലൽ സൈഡ് അല്ലേ, MR. അതെന്താ? ഹെക്സഗണിൻ്റെ സൈഡ് തന്നെ. അപ്പോൾ 5 സെൻറ്റിമീറ്റർ. ഇനി ബി മറ്റേ പാരലൽ സൈഡ്. ഇപ്പോൾ ട്രപ്പീസിൻ്റെ മറ്റേ പാരലൽ സൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ NQൻ്റെ ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട് 11 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 4/2 ഇൻറ്റു 5 + 11, 2 ഇൻറ്റു 5 + 11 16. 2 കിട്ടിയാൽ മനസ്സിലല്ലേ? 2ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്തു. ഈക്വൽ ടു 32 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി ഈ ട്രപ്പീസിയം 1ൻ്റെ ഏരിയ തന്നെയല്ലേ ട്രപ്പീസിയം 2നും? രണ്ടും ഒരു ഐഡൻറ്റിക്കൽ ട്രപ്പീസിയാണ്. അപ്പോൾ ഏരിയ ഓഫ് ട്രപ്പീസിയം 2 എന്ന് പറയുന്നത് എന്താ? 32 സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നെ. അപ്പോൾ എഴുതി വെക്കണം ഐഡൻറ്റിക്കൽ ട്രപ്പീസി ആയതുകൊണ്ടാണെന്ന്. ഇനി ഏരിയ ഓഫ് ഫിഗർ അല്ലെങ്കിൽ ഏരിയ ഓഫ് ഹെക്സഗൺ, ഇതല്ല നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഏരിയ ഓഫ് ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ഓഫ് ട്രപ്പീസിയം 1 പ്ലസ് ഏരിയ ഓഫ് ട്രപ്പീസിയം 2 is equal to 32 സെൻറ്റിമീറ്റർ സ്ക്വയർ പ്ലസ് 32 സെൻറ്റിമീറ്റർ സ്ക്വയർ ഈക്വൽ ടു 64 സെൻറ്റിമീറ്റർ സ്ക്വയർ.